എന്തായാലും സ്വർണ്ണക്കൊള്ളയിലെ പ്രധാനപ്പെട്ട അറസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ തന്ത്രി കണ്ഠര് രാജീവർ അറസ്റ്റിലായിരിക്കുകയാണ്. SIT ചോദ്യം ചെയ്യലിന് ശേഷം തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും A. പത്മകുമാറിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് SIT സംഘം തന്ത്രിയിലേക്ക് എത്തിയത് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും A. പത്മകുമാർ അടക്കമുള്ളവർ കൃത്യമായ മൊഴി, വിശദമായ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. സ്വർണ്ണപ്പാളികളിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ സ്വർണം പൂശാൻ കൊണ്ടുപോകണം എന്ന ആ കുറിപ്പ്, അവിടെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ തുടക്കം. ആ കുറിപ്പ് നൽകിയത് കണ്ഠര് രാജീവരായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഈ പാളികൾ മാറ്റണമെന്ന കുറിപ്പ് നൽകിയത് കണ്ഠര് രാജീവരായിരുന്നു എന്ന പ്രധാനപ്പെട്ട കണ്ടെത്തൽ വരുമ്പോൾ അതിൽ ഉൾപ്പെടുത്താത്ത ഒരു കാര്യം 1998 സ്വർണം പൊതിഞ്ഞു എന്ന വസ്തുത ഈ കുറിപ്പിൽ ഇല്ലായിരുന്നു. ആ കാര്യം കൂടി SIT കൃത്യമായി കണ്ടെത്തുകയും ഈ കുറിപ്പിലാണ് പിന്നീട് മുരാരി ബാബു ഇത് ചെമ്പ് പാളികളാണ് എന്ന് മാറ്റി എഴുതിയതും. അവിടെയൊക്കെ വന്ന ഇടപെടലുകൾ കൃത്യമായി SIT മനസ്സിലാക്കുകയും അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിർണായകമായി ഈ അറസ്റ്റിലേക്ക് എത്തി നിൽക്കുന്നു. ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഈ അന്വേഷണ വഴിയിലേക്ക് പോകുമ്പോൾ SITയുടെ നീക്കം കൃത്യമായിരുന്നു ഓരോ ഘട്ടത്തിലും എന്ന് നമുക്കിപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിലാണ് ആദ്യമായി തന്ത്രിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം വിവരശേഖരണം നടത്തിയത്. അന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ തന്ത്രി കണ്ഠര് രാജീവരെ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നടത്തുന്ന ഭരണപരമായ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിന് മാത്രമാണ്. തന്നോട് അറ്റകുറ്റപ്പണിക്കായി ഈ ശില്പങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ, സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയപ്പോൾ അതിന് അനുമതി തേടിയിരുന്നു. അതിനുള്ള അനുമതി നൽകുക മാത്രമാണ് ചെയ്തത് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അന്വേഷണ സംഘത്തോട് നടത്തിയത്. അതായത് ബോർഡ് അപേക്ഷിച്ചപ്പോൾ അനുമതിയും ദേവന്റെ അനുജ്ഞയും നൽകുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു ആ മൊഴി. അതേസമയം ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ അങ്കിയുടെ നിറം മങ്ങിയതിനാൽ നവീകരിക്കാമെന്നാണ് അനുമതിയിൽ പറഞ്ഞിട്ടുള്ളതെന്നും തന്ത്രി രാജീവരെ SIT എന്ന് അറിയിച്ചിരുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് നടത്തിയ ദൈവതുല്യരായ ആളുകൾ എന്ന പരാമർശത്തോട് ദൈവതുല്യരായിട്ടുള്ള എത്ര പേരുണ്ട്, അതെങ്ങനെ എനിക്കറിയാമെന്നായിരുന്നു തന്ത്രി കണ്ഠര് രാജീവരുടെ പ്രതികരണം. അതിനൊക്കെ അപ്പുറത്തേക്ക് കണ്ഠര് രാജീവരെ സംശയമുനയിൽ നിർത്തുന്ന ചില കൃത്യമായ സൂചനകൾ നേരത്തെ തന്നെ SITക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ നവംബർ മാസത്തിൽ അവരെ ചോദ്യം ചെയ്യാനായി ഈഞ്ചക്കലിലെ SITയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തൃപ്തികരമായ മറുപടി ആയിരുന്നില്ല എന്ന് തന്ത്രിമാർ നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ആവശ്യം വന്നാൽ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയേക്കുമെന്ന സൂചന നൽകിയത്. പക്ഷേ പിന്നീട് വിളിച്ചപ്പോഴൊക്കെ അസൗകര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അന്ത്യശാസനം നൽകുന്നത് പോലെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യൽ ഹാജരാകാനുള്ള നിർദ്ദേശം SITക്ക് നൽകുകയും രാവിലെ SIT ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകുകയുമായിരുന്നു. അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് തന്ത്രി കണ്ഠര് രാജീവർ തന്നെയാണെന്ന കൃത്യമായ മൊഴി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും MLA-യുമായ A. പത്മകുമാർ നൽകിയതാണ് അദ്ദേഹത്തിന് തന്ത്രി കണ്ഠര് രാജീവർക്ക് ഏറ്റവും വലിയ കുരുക്കായി മാറിയത്. ഒരുപക്ഷെ ഇങ്ങനെയൊരു അറസ്റ്റിലേക്ക് നയിച്ചതിൽ നിർണായകമായി മാറിയിരിക്കുന്നത് പത്മകുമാറിന്റെ മൊഴിയാണെന്ന് വേണം പറയാൻ. അതോടൊപ്പം ഇവിടെ നിന്ന് സ്വർണം ഒരുക്കി അത് മറ്റ് സ്ഥലങ്ങളിൽ വിറ്റ് ഉണ്ടാക്കിയ സാമ്പത്തിക നേട്ടത്തിന്റെ ഒരു വിഹിതം തന്ത്രി കണ്ഠര് രാജീവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി, സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പല ഘട്ടങ്ങളായി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അന്വേഷണ സംഘത്തിന്റെ നടപടികൾ മാറുകയും ചെയ്തത്. എന്തായാലും ഇന്ന് അറസ്റ്റ് റെക്കോർഡ് ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയും തരത്തിലുള്ള കാര്യങ്ങളിലേക്കായിരിക്കും നടപടിക്രമങ്ങൾ നീളുക. ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റുകൾ വരുന്ന ആഴ്ചകളിൽ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. രാഷ്ട്രീയമായും വലിയ തരത്തിൽ ചലനങ്ങൾക്ക് വഴിവെക്കാവുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് SITയുടെ അന്വേഷണം സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്, രാഷ്ട്രീയ താല്പര്യങ്ങളോടെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന പ്രതിപക്ഷത്തിന്റെ തുടർച്ചയായ ആക്ഷേപങ്ങൾ. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ലെന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആഭ്യന്തര വകുപ്പിന്റെയും സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങൾ, ഇതടക്കം ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുന്നതിനിടയിലാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിലുണ്ടായിരുന്ന തന്ത്രി കണ്ഠര് രാജീവർ തന്നെ ഈ കേസിൽ അറസ്റ്റിലാകുന്നത് എന്നതാണ് ഈ കേസിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. മറ്റൊരു മാനത്തിലേക്ക്, രാഷ്ട്രീയമായ ചർച്ചകൾക്കപ്പുറത്തേക്ക് വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെക്കാവുന്ന, ചലനങ്ങൾക്ക് വഴിവെക്കാവുന്ന മറ്റൊരു മാനത്തിലേക്ക് ഈ കേസിനെ എത്തിച്ചിരിക്കുകയാണ് നിലവിലെ ഈ കണ്ഠര്
കണ്ഠര് രാജീവരുടെ അറസ്റ്റ് എന്നതാണ് സുപ്രധാനം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ വളരെ നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന. തന്ത്രി കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിലേക്ക് നയിച്ച വിവിധ ഘട്ടങ്ങളിൽ തന്ത്രി നൽകിയ അനുമതികൾ സംശയാസ്പദമാണ് എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തിയതടക്കം ഇത് തന്ത്രിയുടെ ആളായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് ആദ്യമായി എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിവ് SITക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് വേണം മനസ്സിലാക്കാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.